സീക്വൻസസ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്ന ലിമിറ്റ്സ് ഓഫ് സീക്വൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കുറച്ച് സീക്വൻസസ് കൺസിഡർ ചെയ്യാം. സീക്വൻസ് എ എൻ വിച്ച് ഈസ് ഈക്വൽ ടു സീക്വൻസ് എ എൻ ആയിട്ട് എടുക്കുന്ന നമ്മൾ സീക്വൻസ് 1/n ആണ്. ഇതിലെ എലമെൻറ്റ്സ് എങ്ങനെയാണ് വരിക? n ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 1/1 വിച്ച് ഈസ് 1. n ഈസ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ 1/2. n ഈസ് ഈക്വൽ ടു 3 ആകുമ്പോൾ 1/3, 1/4. ഇതിലെ എലമെൻറ്റ്സ് ഇങ്ങനെയാണ് പോവുക. സോ അതുപോലെ മറ്റൊരു സീക്വൻസ് കൺസിഡർ ചെയ്യുന്നു, സീക്വൻസ് ബി എൻ വിച്ച് ഈസ് ഈക്വൽ ടു സീക്വൻസ് -1 ഓൾ റേസ് ടു n+1 ഡിവൈഡഡ് ബൈ n. ഇവിടെ എന്നിന് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? എന്നിന് 1 കൊടുക്കുമ്പോൾ എന്താവും? -1 ഓൾ റേസ് ടു 1+1 വിച്ച് ഈസ് -1 സ്ക്വയർ. ദർഫോർ -1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 ആകും. അപ്പോൾ 1/1 എന്ന് പറയുമ്പോൾ 1. നെക്സ്റ്റ് ടേം എന്ത് വരും? എന്നിന് 2 കൊടുക്കുമ്പോൾ -1/2, 1/3, -1/4, 1/5. ഇങ്ങനെ ആൾട്ടർനേറ്റീവ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ട് പോകുന്ന സീക്വൻസ് ആണ് സീക്വൻസ് ബി എൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ദ സീക്വൻസ് സി എൻ വിച്ച് ഈസ് ഈക്വൽ ടു സീക്വൻസ് √n. ഇതിലെ ടേംസ് എങ്ങനെ വരിക? എന്നിന് 1 കൊടുക്കുമ്പോൾ √1 വിച്ച് ഈസ് 1, ദെൻ √2, √3, √4. √4 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 ആണ്. സോ ദെൻ √5, √6 ഇങ്ങനെ പോകും. അതുപോലെ സീക്വൻസ് ഡി എന്ന് പറഞ്ഞ് മറ്റൊരു സീക്വൻസ് കൺസിഡർ ചെയ്യുന്നു വിച്ച് ഈസ് സീക്വൻസ് n². ഇതിലെ ടേംസ് എങ്ങനെയാണ് ഉണ്ടാവുക? ഇതിലെ സീക്വൻസിലെ ഓരോ ടേംസും 1² എന്ന് പറയുമ്പോൾ 1, 2² എന്ന് പറയുമ്പോൾ 4, 3² ഈസ് 9, 4² ഈസ് 16 ഇങ്ങനെ പോകും ഇതിലെ ടേമുകൾ. സോ ഈ 4 സീക്വൻസ് നോക്കൂ. ഫസ്റ്റ് സീക്വൻസ് ആയ സീക്വൻസ് 1/n അതിൽ 1, 1/2, 1/3, 1/4, 1/5 ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഈ സീക്വൻസിൽ ഓരോ ടേംസ് എടുത്ത് നോക്കിയാലും ഇതിൻ്റെ ഈ എലമെൻറ്റ്സ്, ഈ സീക്വൻസിലെ ടേംസ് 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് 0 എന്ന് പറഞ്ഞ വാല്യൂലേക്ക് ഇതിലെ സീക്വൻസിലെ ടേംസ് ക്ലോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഇല്ലേ? അപ്പോൾ ഇങ്ങനെ റിയൽ ലൈൻ എടുത്തു, ഇത് 0യും ഇത് 1ഉം ആണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടേം A1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ ഇവിടെ നമുക്ക് A1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ A2 എന്ന് പറയുന്നത് 1/2. സോ ഏകദേശം ഇവിടെയായിട്ട് A2 എന്ന് പറഞ്ഞ ടേംസ് വരും. A3 എന്ന് പറയുമ്പോൾ 1/3. സോ A3. A4 എന്ന് പറയുമ്പോൾ 1/4. A4. A5 എന്ന് പറയുമ്പോൾ വീണ്ടും ചെറുതാവും. A6 എന്ന് പറയുമ്പോൾ വീണ്ടും ചെറുതായിട്ട് ഈ വാല്യൂസ്, ഈ സീക്വൻസിലെ വാല്യൂസ് എങ്ങോട്ട് അപ്രോച്ച് ചെയ്യും? ആ എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ സീക്വൻസിലെ വാല്യൂസ് 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അതുപോലെ ഈ സീക്വൻസ് ബി എൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിലെ ടേംസ് എന്താണ്? ആൾട്ടർനേറ്റീവ് പോസിറ്റീവും ആൾട്ടർനേറ്റീവ് നെഗറ്റീവും ആയിട്ട് വരുന്ന സീക്വൻസ് ആണ് സീക്വൻസ് ബി എൻ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ നേരത്തെ വരച്ച പോലെ റിയൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് 0, ഇത് 1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ഇങ്ങോട്ടും പോകും അല്ലേ, നെഗറ്റീവിലേക്കും പോകും. സോ ഇവിടെ നമുക്ക് ഈ 0നെ ഇവിടേക്ക് മാറ്റാം. 0 ഇത് -1 ആയിട്ട് എടുക്കുന്നു. സോ 1, A1 എന്ന് പറയുന്നത് 1 ആണ്. ദെൻ A2 എന്ന് പറയുന്നത് -1/2. ഇത് ഇവിടെയായിട്ട് വരും. A2 അല്ല, B1 അല്ലേ, B1, B2. സോ B3 എന്ന് പറയുമ്പോൾ വീണ്ടും പോസിറ്റീവിലേക്ക് പോയി, അത് 1/3 ആയിട്ട് മാറി. അതായത് ഇതാണ് B3. ദെൻ B4 എന്ന് പറയുമ്പോൾ വീണ്ടും നെഗറ്റീവ് പാർട്ടിലേക്ക് വന്നു. ദെൻ B5 എന്ന് പറയുമ്പോൾ വീണ്ടും പോസിറ്റീവിലേക്ക് പോയി. B6 എന്ന് പറയുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് നെഗറ്റീവ് പാർട്ടിലേക്ക് വന്നു. ഇങ്ങനെ പോവുകയാണെങ്കിലും എന്നിൻ്റെ വാല്യൂസ് വലുതാകുന്നതിനനുസരിച്ച് ഈ ബികളുടെ ബി എൻ എന്ന് പറയുന്നത് എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്? 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ ഈ സൈഡിൽ നിന്നാവും അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്നായാലും എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്? 0 എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് ഈ സീക്വൻസ് n ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ സീക്വൻസിലെ ടേംസുകൾ 0 എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് സീക്വൻസ് നോക്കൂ. സീക്വൻസ് സി എൻ ഇസ് ഈക്വൽ ടു √n. ഇതിലെ ടേംസ് എന്താ? 1, √2, √3, √4 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 2, √5, √6 ഇങ്ങനെ പോവുകയാണ്.
ഇതൊരു വാല്യൂയിലേക്ക് എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിൽ, അതായത് എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ഈ സീക്വൻസിലെ ടേംസും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക വാല്യൂയിലേക്ക് ഒരു ഇതിൽ n ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിലെ ടേംസുകൾ അപ്രോച്ച് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സിമിലർ ഇൻ ദി കേസ് ഓഫ് സീക്വൻസ് dn. ഇതിൽ 1, 4, 9, 16 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിലെ ടേംസുകൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ n ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിലെ ടേംസുകളും ഇൻക്രീസ് ചെയ്യുന്നു. അതൊരു പ്രത്യേക നമ്പറിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക നമ്പറിലേക്ക് അപ്രോച്ച് ചെയ്യാത്ത സീക്വൻസിനെ നമ്മൾ ഡൈവേർജൻറ്റ് സീക്വൻസ് എന്നും, ഒരു പ്രത്യേക പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സീക്വൻസിനെ നമ്മൾ കൺവേർജൻറ്റ് സീക്വൻസ് എന്നും പറയുന്നു. ഇവിടെ സീക്വൻസ് an-ഉം സീക്വൻസ് bn-ഉം കൺവേർജ് ചെയ്യുന്നു, സീക്വൻസ് cn ആൻഡ് സീക്വൻസ് dn ഡൈവേർജ് ചെയ്യുന്നു. സോ ഇനി നമുക്കിതിൻ്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷനിലേക്ക് നോക്കാം. ഡെഫിനിഷൻ: The sequence a1, a2, a3, etc. an. ഇത് സീക്വൻസ് anലെ ടേംസുകളാണ്. nth ടേം ആണ് an എന്ന് പറയുന്നത്. Which is converges to the number l, or l is said to be the limit of the sequence if an gets arbitrarily close to l as n become large. എന്നിൻ്റെ വാല്യൂ ബിക്കം ലാർജ് ആകുമ്പോൾ an എന്ന് പറയുന്ന ആർബിട്രലി ക്ലോസ് ടു l ആവുകയാണെങ്കിൽ ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് l ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഈ സീക്വൻസ് എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ഇസ് ഈക്വൽ ടു l, ഓർ an അപ്രോച്ചസ് ടു l ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ anൻ്റെ വാല്യൂ എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് അപ്സിലോൺ n ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ലിമിറ്റ്സ് ഓഫ് ഫങ്ഷനിൽ നമ്മൾ അപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ പറയാറുണ്ട്. അതുപോലെ തന്നെ പറയുന്ന ഒരു ഡെഫിനിഷനാണ് അപ്സിലോൺ n ഡെഫിനിഷൻ ഇൻ ദി കേസ് ഓഫ് സീക്വൻസസ്. A sequence an is said to have a limit l, that is limit n tends to infinity an is equal to l if for every epsilon greater than 0, however small, there corresponds an integer capital N greater than 0 such that mod an minus l less than epsilon for all n greater than or equal to capital N. That means ഈ അപ്സിലോൺ n ഡെഫിനിഷനിൽ പറയുന്നത് an എന്ന് പറഞ്ഞ സീക്വൻസിലെ ലിമിറ്റ് l ആണെങ്കിൽ an-ഉം l-ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. എപ്പോൾ? ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ N. അതായത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്നിൻ്റെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും an-ഉം ആ ലിമിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ സ്മോൾ ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ സീക്വൻസ് 1/n കണ്ടു. സീക്വൻസ് 1/n എന്തായിരുന്നു? 1/n എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1, 1/2, 1/3, 1/4 ഇങ്ങനെ പോവുകയാണ്. അപ്പം ഒരു പ്രത്യേക സ്റ്റേജ് കഴിഞ്ഞാൽ ഇതിലെ സീക്വൻസിലെ ടേംസുകളും ഇതിൻ്റെ ലിമിറ്റായി സീക്വൻസിൻ്റെ ലിമിറ്റായ 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? വെരി സ്മോൾ ആയിരിക്കും. ഈ സീക്വൻസിലെ an-ഉം 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് വെരി സ്മോൾ ആയിരിക്കും ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ രീതിയിൽ ഒരു n നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ആ ലിമിറ്റ്, അതായത് ആ സീക്വൻസിൻ്റെ ലിമിറ്റ് ഈ l ആണെന്ന് പറയാൻ പറ്റും. And also, if a sequence has a limit, we say that the sequence is convergent. And if it has no limit, then the sequence is say that it divergent. ഈ രീതിയിൽ ഒരു ലിമിറ്റ് l എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് പറയും. അതല്ല, ഇങ്ങനെയൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ് ഹാസ് നോ ലിമിറ്റ്, ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ സീക്വൻസ് ഈസ് ഡൈവേർജൻറ്റ്. ഇനി ഈ ഒരു അപ്സിലോൺ n ഡെഫിനിഷൻസ് യൂസ് ചെയ്തിട്ടുള്ള 2 പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് നോക്കാം. പ്രോബ്ലം 1. യൂസിങ് അപ്സിലോൺ n ഡെഫിനിഷൻ prove that limit n tends to infinity 1/n is equal to 0.
നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സീക്വൻസ് ആണ് 1/n എന്ന് പറയുന്നത്. അത് സീറോയിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് അപ്സിലോൺ n ഡെഫിനിഷൻ യൂസ് ചെയ്തുകൊണ്ട് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ബൈ ഡെഫിനിഷൻ പ്രകാരം എന്താണ് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. 0 വിൽ ബി ലിമിറ്റ് ഓഫ് ദി സീക്വൻസ്. ലിമിറ്റ് ഓഫ് ദി സീക്വൻസ് an where an is equal to, ഇവിടെ an എന്ന് പറയുന്നത് എന്താണ്? 1/n ആണ്. an is equal to 1/n if, അതായത് ഈ an is equal to 1/n എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഇഫ് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 we are able to find a natural number capital N such that mod an minus 0 less than epsilon for all small n greater than or equal to capital N. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നാച്ചുറൽ നമ്പറായ ഈ ക്യാപിറ്റൽ n നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്യാപിറ്റൽ n കണ്ടെത്താൻ സാധിച്ചാൽ നമുക്ക് എന്ത് പറയാം? എന്ന് പറഞ്ഞ സീക്വൻസ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ദാറ്റ് മീൻസ് എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് പറയാൻ പറ്റും. സോ നമ്മളിവിടെ മോഡ് an മൈനസ് 0 കാണുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു ൻ്റെ വാല്യൂ എന്തായിരുന്നു? an ഈസ് ഈക്വൽ ടു 1/n ആണ് നമ്മളിവിടെ എടുത്തു. സോ 1/n മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 1/n ആണ്. സോ നമുക്ക് മോഡ് an മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ ആകുന്ന തരത്തിലുള്ള ക്യാപിറ്റൽ n ആണ് കണ്ടെത്തേണ്ടത്. ഹെൻസ് മോഡ് an minus 0 less than epsilon if മോഡ് an minus 0 എന്താണെന്ന് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്? 1/n ആണ് കണ്ടുവച്ചിട്ടുണ്ട്. സോ ഇത് ലെസ് ദാൻ എപ്സിലോൺ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും? 1/n ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഇഫ് 1/n ലെസ് ദാൻ എപ്സിലോൺ, ദാറ്റ് ഈസ് ഇതിൽ നിന്നും നമുക്ക് എന്ത് പറയാം? ഇഫ് എന്നിൻ്റെ വാല്യൂ എന്താവണം? 1/n ലെസ് ദാൻ എപ്സിലോൺ ആവണമെന്നുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? n ഈസ് ഗ്രേറ്റർ ദാൻ 1/epsilon. സോ 1/epsilonേക്കാൾ ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള ഏതൊരു n എടുത്തു കഴിഞ്ഞാലും നമുക്ക് പറയാൻ പറ്റും മോഡ് an മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ ആണ്. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ n എന്ന് പറയുന്ന എന്തായിരിക്കണം? ഈ 1/epsilonേക്കാൾ ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ചൂസ് ചെയ്താൽ മതി. നമുക്ക് ക്യാപിറ്റൽ n അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ ക്യാപിറ്റൽ n എന്ന് പറയുന്നത് എന്തെടുത്താൽ മതി? 1/epsilonേക്കാൾ ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റിജറായിട്ട് n ചൂസ് ചെയ്യാം. സോ ചൂസ് ക്യാപിറ്റൽ N to be a positive integer or natural number എന്ന് പറഞ്ഞാലും മതി. പോസിറ്റീവ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 1/epsilon. 1/epsilonേക്കാൾ ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എടുക്കുന്നു. Then we get n greater than or equal to capital N implies that നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ക്യാപിറ്റൽ n നമ്മൾ എന്തായിട്ട് എടുത്ത്? ടു ബി എ പോസിറ്റീവ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 1/epsilon ആണ്. സോ n greater than or equal to capital N implies that small n is greater than 1/epsilon. കാരണം 1/epsilonേക്കാൾ ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള ഒരു ഇൻറ്റിജറാണ് ക്യാപിറ്റൽ n എന്ന് പറയുന്നത്. ദാറ്റ് ഇംപ്ലൈസ് n greater than 1/epsilon ആണെങ്കിൽ 1/n ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. സോ 1/n ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് മോഡ് an മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ.
നമ്മൾ നേരത്തെ ചെയ്തത് റിവേഴ്സായിട്ട് എഴുതിയെന്ന് മാത്രം. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, മോഡ് (n-0) ആവണം എന്നുണ്ടെങ്കിൽ 1/n ആവണം. 1/n ആവണമെന്നുണ്ടെങ്കിൽ n > 1/ε ആവണം. അത് തിരിച്ചു പറഞ്ഞു എന്ന് മാത്രം. n > 1/ε ആണെങ്കിൽ 1/n < ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് മോഡ് (n-0) അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് പറയാൻ പറ്റും? n > ക്യാപിറ്റൽ N ആകുന്ന ഈ ക്യാപിറ്റൽ N-നേക്കാൾ വലുതായിട്ടുള്ള എല്ലാ n-കളിലും മോഡ് (n-0) ആണ്. സോ n-ൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ബൈ ദി ഡെഫിനിഷൻ ഓഫ് (n). അതായത് (n) ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഹെൻസ് ബൈ ഡെഫിനിഷൻ വി ക്യാൻ റൈറ്റ്, നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an = 0. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇവിടെ an-ൻ്റെ സ്ഥാനത്ത് എന്താണ്? 1/n ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ (n) ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ലിമിറ്റിൻ്റെ വാല്യൂ ഇന്നതാണ് എന്ന് പ്രൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം 2. പ്രൂവ് ദാറ്റ് limit n tends to infinity Sn = 2/3 if Sn = 2n + 1 divided by 3n + 5 for all n belongs to capital N. ദാറ്റ് മീൻസ് ഇവിടെ Sn എന്താണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ലിമിറ്റ് 2/3 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. സോ നമ്മളിവിടെ ഏത് ഡെഫിനിഷൻ യൂസ് ചെയ്യണം? (n) ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ലിമിറ്റിൻ്റെ വാല്യൂ 2/3, ഈ സീക്വൻസിൻ്റെ വാല്യൂ 2/3 ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പോൾ ബൈ ഡെഫിനിഷൻ ഇവിടെ ഏതാണ് ലിമിറ്റ്? 2/3 ആണ്. അപ്പോൾ 2/3 വിൽ ബി limit of sequence Sn if for any epsilon greater than 0. If for any epsilon greater than 0, we are able to find a number capital N belongs to natural numbers. അതായത് ഇതെന്താണ്? ക്യാപിറ്റൽ N എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. സച്ച് ദാറ്റ് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? മോഡ് Sn - 2/3, ഇവിടെ Lൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 2/3 ആണ്. ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n greater than or equal to capital N. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ N നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ സീക്വൻസ് Sn-ൻ്റെ ലിമിറ്റ് 2/3 ആണെന്ന് പറയാൻ പറ്റും. സോ നമ്മളിവിടെ മോഡ് Sn - 2/3യുടെ വാല്യൂ കണ്ടെത്തുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് Sn എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതെന്തായിരുന്നു? 2n + 1 divided by 3n + 5 ആണ്, -2/3. ഇതിൻ്റെ വാല്യൂ കണ്ടെത്തുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ എങ്ങനെ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാം? 2n + 1 × 3, അതായത് 3 × 2n + 1 -2 × 3n + 5 divided by 3 × 3n + 5. 3 × 3n + 5 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ 2 × 3 6n ഇവിടെയുണ്ട്. അതുപോലെ ഇവിടെ 2 × 3n വിച്ച് ഈസ് 6n. ഇത് നെഗറ്റീവാണ്. സോ ഇവിടെയുള്ള 6n-ഉം ഇവിടെയുള്ള -6n-ഉം ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി എന്താ ഉള്ളത്? 1 × 3 -2 × 5. അപ്പോൾ 3 - 10 എന്ന് വരും, വിച്ച് ഈസ് എന്താണ്? -7 ഡിവൈഡഡ് ബൈ 3 × 3n + 5. ഇതിൻ്റെ മോഡുലസ് വാല്യൂ. സോ ഇതിൻ്റെ മോഡുലസ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഈ -7 ഉള്ളത് എന്തായിട്ട് മാറും? 7/3
3 ഇൻറ്റു 3n പ്ലസ് 5. ഇതാണ് നമ്മുടെ മോഡ് Sn മൈനസ് 2/3 എന്ന് പറയുന്നത്. സോ ഹെൻസ് മോഡ് Sn മൈനസ് 2/3 ലെസ് ദാൻ എപ്സിലോൺ ആവണം എന്നുണ്ടെങ്കിൽ ഏത് ലെസ് ദാൻ എപ്സിലോൺ ആവണം? 7/3 ഇൻറ്റു 3n പ്ലസ് 5 ലെസ് ദാൻ എപ്സിലോൺ ആവണം. ഇഫ് 7/3 ഇൻറ്റു 3n പ്ലസ് 5 ലെസ് ദാൻ എപ്സിലോൺ, ദാറ്റ് ഈസ് ഇഫ് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ എന്ത് വരും? 3 ഇൻറ്റു 3n പ്ലസ് 5 ന്യൂമറേറ്ററിൽ വരും. അപ്പോൾ 3 ഇൻറ്റു 3n പ്ലസ് 5 ഓൾ ഡിവൈഡഡ് ബൈ 7. ഈ ലെസ് ദാൻ ഉള്ളത് പോയിട്ട് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ലെസ് ദാൻ ഉള്ളത് എന്താകും? ഗ്രേറ്റർ ദാൻ 1/ε. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് 3 ഇൻറ്റു 3n പ്ലസ് 5നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 3 കൊണ്ട് 3n പ്ലസ് 5നെ അങ്ങ് മൾട്ടിപ്പിൾ ചെയ്യുക. സോ 9n പ്ലസ് 15 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എന്ത് വരും? ഈ 7 ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും, 7/ε. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് 9n ഈസ് ഗ്രേറ്റർ ദാൻ, ഈ 15 ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ 7/ε മൈനസ് 15. ദാറ്റ് ഈസ് ഇഫ് n ഈസ് ഗ്രേറ്റർ ദാൻ, ഇതെന്ത് ചെയ്യാം? 9 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7/9 മൈനസ് 15 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. അതിനെ ചെറുതാക്കി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/3. സോ n ഈസ് ഗ്രേറ്റർ ദാൻ 7/9 മൈനസ് 5/3 ആണെങ്കിൽ മോഡ് Sn മൈനസ് 2/3 എന്തായിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഓക്കെ, സോ നമ്മളിവിടെ എടുക്കേണ്ട ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ഈ വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ചൂസ് ചെയ്താൽ മതി. സോ ചൂസ് n ടു ബി എ പോസിറ്റീവ് ഇൻറ്റിജർ such that capital N is greater than 7/9 മൈനസ് 5/3. ഇതിനേക്കാൾ വലുതായിട്ടുള്ള ഒരു ഇൻറ്റിജർ ആയിട്ട്, പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ട് നമ്മൾ എന്നിനെ ചൂസ് ചെയ്യുന്നു. സോ ദെൻ സ്മോൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ N ഇംപ്ലൈസ് ദാറ്റ് നമുക്കെന്ത് പറയാം? സ്മോൾ n ഈസ് ഗ്രേറ്റർ ദാൻ, ഇവിടെ ക്യാപിറ്റൽ N ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് വാല്യൂ ആണ്. സോ സ്മോൾ n ഈസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? ദിസ് വാല്യൂ. ദാറ്റ് മീൻസ് 7/9 മൈനസ് 5/3. ദാറ്റ് ഇംപ്ലൈസ് n എന്ന് പറയുന്നത് ഇത് ഈ വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മോഡ് Sn മൈനസ് 2/3 എന്താണ്? വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഡ് Sn മൈനസ് 2/3 ലെസ് ദാൻ എപ്സിലോൺ ആണ് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ N. ദെൻ ബൈ എപ്സിലോൺ n ഡെഫിനിഷൻ ഈ Sn എന്ന് പറഞ്ഞതിൻ്റെ ലിമിറ്റ് എന്താണ്? Sn എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് 2/3 ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഇംപ്ലൈസ് ബൈ ഡെഫിനിഷൻ ലിമിറ്റ് n tends to infinity Sn is equal to 2/3. സോ Sn എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് 2/3 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു യൂസിങ് എപ്സിലോൺ n ഡെഫിനിഷൻ. സോ എപ്സിലോൺ n ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ രീതിയിലാണ് ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് ഇന്നതാണ് എന്ന് പ്രൂവ് ചെയ്യുക. അവിടെ നമുക്ക് ഒരു ക്യാപിറ്റൽ N കണ്ടെത്താൻ സാധിക്കണം. ഓക്കെ, so thank you for watching this video.